സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടു നോക്ക്. أنجيلو تقدم عدى أنجيلو يلعب كرة في الجهة اليمين وصلت للطرف الأيمن عرضية داخل منطقة الجزاء رونالدو الله بل يكون هنا مسك الختام فليكن هنا مسك الختام رونالدو بهذه الطريقة يسجل الهدف الرابع. هناك أساطير تعاد وأساطير تولد مرة واحدة. റൊണാൾഡോ أسطورة. ഈ ഗോളടിച്ച ആളാരാന്നറിയില്ലേ? ക്രിസ്ത്യാനോ റൊണാൾഡോ. 40-41 വയസ്സായ മനുഷ്യനാണ് ഈ ഗോളടിച്ചിന്. 18കാരൻ കളിക്കണ അതേ ശൈലിയിലാണ് ഇപ്പോൾ കളിക്കണത്. ഇതിൽ നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഈ 30-40 വയസ്സുള്ള കുട്ടികൾ തന്നെ നമ്മളെ കാലം കഴിഞ്ഞ് എന്നും പറഞ്ഞാണ് നടക്കൽ. അവരെ കാലം എങ്ങനെ തരില്ല, അവരെ കാലം തുടങ്ങാൻ പോകണല്ലേ. അങ്ങനെയല്ല ചെയ്യണ്ടേ. നമ്മളെ മനസ്സാണ് നമ്മളെ പ്രായം എന്ന് പറഞ്ഞാൽ. നമുക്ക് 50 വയസ്സായാൽ 25 വയസ്സുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്കതിൻ്റെ വേഗതയും മനസ്സും നമുക്ക് കിട്ടും. അത് പഠനത്തിൽ ഇപ്പോൾ കണ്ടെത്തിനാണ്. നമ്മൾ 50 വയസ്സാകുമ്പോഴേക്ക് ഇനി സൈഡായി എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ വയസ്സായമായി നടക്കും. അതേ സ്ഥാനത്ത് CR7 ഒപ്പമുള്ള ആൾക്കാരൊക്കെ വിരമിച്ച്, പക്ഷേ മൂപ്പര് ഇപ്പോഴും കളിക്കണം. നമ്മളെ മനസ്സ് നമ്മളിപ്പോഴും ചെറുപ്പക്കാരാന്ന് വിചാരിച്ചാൽ നമ്മൾ ചെറുപ്പക്കാരനെ. രോഗമില്ലായിരുന്നാൽ മതി. നമ്മൾ വ്യായാമവും അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളും നിയന്ത്രിച്ച് നിന്നാൽ നമുക്ക് രോഗം ഉണ്ടാവില്ല. രോഗം ഇല്ലാതിരുന്നാൽ മതി. വയസ്സ് എന്ന് പറഞ്ഞാൽ അക്കം മാത്രമാണ്. ഇപ്പോഴുള്ള പ്രവണതയാണ് ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചാൽ കളി നിർത്തും. പന്ത് കളി നിർത്തി. നമ്മളെ പ്രായക്കാരിഞ്ഞ് ഇല്ലല്ലേ ഇനി കളിക്കാൻ. ഇനി ചെറിയ കുട്ടിയോട് കളിക്കണ്ടേ. നമുക്ക് കളിക്കാൻ പൂതിണ്ടേ. അപ്പം വലിപ്പം ചെറുപ്പമൊന്നും നോക്കരുത്. ആരാണോ കളിക്കണേ അവരൊപ്പം കളിക്കണം. നമ്മൾ എന്നാളും നമുക്ക് കളിക്കാൻ കഴിയുള്ളൂ. ചിലപ്പം 17-18 വയസ്സുള്ള കുട്ടികളായിരിക്കും ഇപ്പോൾ കളിക്കൽ. അവരൊപ്പം നമ്മൾ കളിക്കണം. എന്നാൽ നമുക്ക് കളിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ പ്രായക്കാരെ നോക്കിയാൽ നമ്മൾ വയറും ചാടി നടക്കേണ്ടി വരും. ഇപ്പോൾ അധികം അങ്ങനെ കാണുന്നതാണ്. 40 വയസ്സായാലാണ് നമുക്ക് ജീവിതത്തെപ്പറ്റി എല്ലാം മനസ്സിലായ ടൈമാണ്. അതിന് മനസ്സിലായ സമയത്ത് നമ്മൾ ജീവിച്ചു തുടങ്ങണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ പറയാനുള്ളത്, നമുക്ക് തിന്നാനുള്ളത് നമ്മൾ തിന്നണം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ തിന്നണം. നമ്മൾ മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഇങ്ങനെ നീക്കി വെച്ചാൽ അവസാനം നമ്മളെ മക്കൾ നമ്മളെ നോക്കിയിട്ടില്ലെങ്കിൽ, നോക്കരുത്, അവർ നമ്മളെ നോക്കട്ടെ, അഥവാ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. മക്കൾക്ക് ഒന്നും വേഗം കൊടുക്കണ്ടെന്നല്ല പറയണത്. നമ്മളെ ശരീരത്തെ നമ്മൾ ആദ്യം നോക്കണം, എന്നിട്ട് മക്കൾക്കും കുടുംബത്തിന് നമ്മൾ കൊടുക്കണം. അതേപോലെ പെരുന്നാൾ ഇതൊക്കെ പേർക്കും നമുക്ക് ആദ്യം തുണിപ്പായ എടുക്കണം, എന്നിട്ട് നമുക്ക് പെരക്കാരിക്കും മക്കൾക്കെല്ലാം നമ്മൾ എടുക്കണം. അവർക്ക് എടുക്കണ്ടെന്നല്ല, നമുക്ക് ആദ്യം എടുക്കണം. നമ്മളെ ശരീരത്തെ നമ്മൾ ആദ്യം സ്നേഹിക്കണം, എന്നിട്ട് മതി മറ്റുള്ളതിന്. നമുക്ക് അതേപോലെ മീൻ ഉണക്കലും മറ്റൊന്നല്ല മീനുള്ളത്, ആഗോലും കൂന്തയും സൂതെല്ലാം ഉണ്ട്. ആ സൂതൊക്കെ വേങ്ങി നമ്മൾ ഇഷ്ടം പോലെ തിന്നണം. നമുക്ക് ഒരു കാലം കഴിഞ്ഞാൽ പണിക്ക് പോകാത്ത ടൈമിൽ നമുക്ക് തിന്നാൻ കഴിയില്ല. അന്ന് നമ്മളെ മക്കൾ നമ്മളെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളാകെ ഖേദിക്കേണ്ടി വരും. അന്നേരം ഉള്ള കാലത്ത് നമുക്ക് ആവശ്യമുള്ളത് തിന്നും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം.